പറയാൻ എൻ്റെ ഒരു തലവര. എടാ കൊച്ചിനെ ആ പാത്രം ഇങ്ങോട്ട് എടുത്തേ. ഞാൻ ആ കൊച്ചു നോക്കിയിരിക്കുന്ന കണ്ടോ? എടി നോക്കിയേ, എന്നാ അമ്മച്ചി ചായ കുടിക്കേ. എത്ര പ്രാവശ്യം വിളിക്കണോടി, നിനക്ക് എന്താ ഇവിടെ ഇത്ര ജോലി? നിനക്ക് ആ പത്രം എടുത്ത് എൻ്റെ കയ്യിലോട്ട് തരരുതോ? എന്നാ അമ്മച്ചി പത്രം, ഈ പത്രം എടുത്ത് അമ്മച്ചിക്ക് അങ്ങോട്ട് വായിക്കരുതോ? അമ്മച്ചിയുടെ കൈക്കോ കാലിനോ വല്ല കുഴപ്പമുണ്ടോ? എന്ത് പറഞ്ഞടി, എനിക്ക് സൗകര്യമില്ല. പിന്നെ നിന്നെ എന്തിനാ ഇവിടെ എന്റെ മുൻ കെട്ടിക്കൊണ്ട് വന്നത്? എന്റെ കാര്യം നോക്കാൻ, ഇവിടുത്തെ ജോലി ചെയ്യാനുമാ. എന്നാ പിന്നെ മോനോട് പറഞ്ഞൊരു വേലക്കാരി നിർത്തിയാ പോയായിരുന്നു. എന്റെ ആവശ്യമുണ്ടോ ഇവിടെ? അതേടി, നിനക്ക് ഞാനൊരു വേലക്കാരിയുടെ വില പോലും തന്നിട്ടില്ല. എന്റെ അമ്മയ്ക്ക് ഒന്ന് അടങ്ങിയിരിക്കെ. എനിക്കൊരു 100 കൂട്ടം പണി കിടക്കുന്നു. ഞാൻ പോകും അകത്തോട്ട്. ഓ ചെല്ലേ, മഴ മറിക്കുമല്ലേ അവിടെ? അമ്മേ ചായതാ, ഞാൻ പോട്ടെ. നിനക്ക് അകത്തോട്ട് ഞാൻ ചായ എടുത്ത് കുടിക്കരുതോ? അമ്മയുടെ അകത്തോട്ട് ഞാൻ ചായ കിട്ടത്തില്ലേ? ഞാൻ അമ്മച്ചിയുടെ കൊച്ചുമോളല്ലേ, എനിക്ക് ചായ ഇവിടെ കിട്ടും. മോളെ, നീ പള്ളിയിൽ പോയില്ലയോ? അല്ലാതെ പിന്നെ ഞാൻ ഇവിടെ പോകാനാ? പള്ളിയിൽ പോയിട്ട് സൺഡേ സ്കൂളും കഴിഞ്ഞിട്ടേ ഞാൻ വരത്തുള്ളൂ. ഹലോ, ഞാൻ വരുവാ. അയ്യോ മോളെ, നീ ചായ കുടിക്കാണോ പള്ളിയിൽ പോകുന്നേ? ഏത് സമയം ഒരു പോകണം തന്നെ. എവിടുത്തെ അവസാനിക്കും? അതിരിക്കട്ടെ, രാവിലെ ഇടിയപ്പം മുട്ടക്കറി ഉണ്ടാക്കട്ടെ. എന്തെങ്കിലും കൊണ്ടും ഉണ്ടാക്കേ. നിനക്ക് ഇഷ്ടപ്പെട്ടതല്ലേ നീ ഉണ്ടാക്കത്തുള്ളൂ. അമ്മച്ചിക്ക് ഇടിയപ്പം മുട്ടക്കറി ഇഷ്ടമല്ലയോ? അതുകൊണ്ടല്ലേ അത് ഉണ്ടാക്കുന്നേ. ഞാൻ എന്റെ ഇഷ്ടത്തിനല്ലല്ലോ ഒന്നും ഉണ്ടാക്കുന്നത്. ഓ സമ്മതിച്ചു, എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് പോവാ. എന്തുവാടി രാവിലെ ഇവിടെ ഈ ഞായറാഴ്ചയാക്കൊണ്ട്? ഓ എന്തോ പറയാനാടി, ഇവിടെ ഒരു സ്വസ്ഥതയും തരത്തില്ല. എപ്പോഴും അങ്ങ് വഴക്കായല്ലോടെ. ഞാൻ എന്തോ ചെയ്യാനാ? ഒരിപ്പിരുന്ന അവിടെ എല്ലാം കൊണ്ട് കൊടുക്കണം. ഒരു പച്ചക്കറി പോലും ഒന്ന് അരിഞ്ഞു തരാൻ വരത്തില്ല. എന്തോ കഷ്ടമാടി എന്റേത്. എടി, എന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ ഒരു പ്രശ്നവുമില്ല. ഞാനും അമ്മയും കൂടെ എല്ലാ പണികളും ചെയ്യുന്നത്. അമ്മയും ഞാനും കൂടെ ഒരുമിച്ച് എല്ലായിടത്തും പോകുന്നതും അങ്ങനെയെല്ലാം ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ്. ഓ അത് നിന്റെ ഒരു ഭാഗ്യം. എന്റെ തലവരെ ഇങ്ങനെ ആയിപ്പോയി. അതെല്ലാം മാറും, നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ ഇപ്പം വരും, പള്ളിയിൽ പോകാൻ. അല്ല, നിങ്ങൾ ഇന്നും പള്ളി വരുന്നില്ലേ? ഇന്നലെ ഞാൻ പറഞ്ഞതല്ലേ ഞങ്ങൾ ഇതിലെ വരാൻ, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന്. എനിക്കൊന്നും വയ്യ, എനിക്കില്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. പ്രഷറ്, ഷുഗറ്, കൊളസ്ട്രോള് എല്ലാം ഉണ്ട്. ഇതൊക്കെ ആർക്കാരും ഇല്ലാത്തത്? നമ്മൾ ഒരേ പ്രായക്കാരല്ലേ? എനിക്ക് ഈ അസുഖങ്ങളെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് ഞാനെങ്ങും പോകുന്നില്ലേ? ഞാൻ എല്ലാ ആഴ്ചയും പള്ളിയിൽ പോകും. ലൂസി, നീ ഇന്നും പള്ളിയിൽ വരുന്നില്ലേ? അച്ഛന്മാർ നിങ്ങളെ എപ്പോഴും തിരക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുവഴി വന്നത്. നിങ്ങളോട് എന്തിനാ തിരക്കുന്നേ? അച്ഛന്മാർക്ക് ഈ വീട് അറിയത്തില്ലേ? ഓ ഞാനെങ്ങും വരുന്നില്ല. 6 ദിവസം ജോലിക്ക് പോകണം. ഞായറാഴ്ച ഒരു ഫ്രീ കിട്ടുന്ന ഈ വീട്ടിൽ എന്തെല്ലാം ജോലിയുണ്ട്. ഞാനും നിന്റെ കൂട്ട് ജോലിക്ക് പോകുന്നതല്ലേ എന്നും പറഞ്ഞ് ഞാൻ ആരാധനയൊന്നും മുടക്കാറില്ലല്ലോ. എന്നും 9 മണിയാകുമ്പോൾ എഴുന്നള്ളും, 6 മണിയാകുമ്പോൾ തിരിച്ചു വരും. ഇന്നെങ്കിലും വീട്ടിലിരുന്ന് എന്റെ കാര്യം ഒന്ന് നോക്ക്. വാ മോളെ, നമുക്ക് പോവാം. അച്ഛൻ നിങ്ങളെ പള്ളി കാണുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തിരക്കാനും വിളിക്കാനുമാ ഞങ്ങൾ വന്നത്. അതെ, മോളെന്തീ? കൊച്ചുമോള് നിന്റെ, അവളും വരുന്നില്ലേ? ഓ അവള് രാവിലെ പള്ളിയിൽ പോയി. എന്നാ ഞങ്ങളും പോകുക. ഓ ഇതിൽ വായിക്കാനൊന്നുമില്ല. ആ ഡേ വന്നാലും ഓൺ ചെയ്തിരുന്നെങ്കിൽ വല്ല സിനിമയും കാണാമായിരുന്നു. എന്നാ അമ്മച്ചി ആഹാരം കഴിക്കേ. എടി ആ TV ഒന്ന് ഓൺ ചെയ്തേ, ഞാൻ അത് കണ്ടോണ്ടെന്ന് ഫുഡ് കഴിക്കട്ടെ. ഹലോ, ആരാ? ഹലോ, ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ നിന്നാണ്. നിങ്ങളുടെ മകളാണോ അന്ന? നിങ്ങൾ അത്യാവശ്യമായിട്ട് ഇവിടെ വരെ വരണം. അയ്യോ, അവള് രാവിലെ പള്ളിയിൽ പോകാന്നല്ലോ. പിന്നെന്താ പറ്റി? ഞാനിപ്പോ വരുന്നേ. നീ ഇതാ എങ്ങോട്ടാടി? ആരാടി വിളിച്ചേ? ഒന്നുമില്ല അമ്മച്ചി, ഞാനിപ്പോ വരാം. മോളോ, എന്നെ കണ്ടിട്ട് എത്ര നാളായിടേ? ഇനി എത്ര നാളായി ഇങ്ങോട്ടൊന്ന് വന്നിട്ട്? ഞാൻ അമ്മയെ ഒന്ന് കണ്ടിട്ട് പോകാൻ വന്നതാ. ചേച്ചി എന്തേ അമ്മേ? അവിടെ ആരാണ്ട് ഫോൺ വന്നത്, അങ്ങോട്ട് പോണ കണ്ടോ? അമ്മ എന്തോ കഴിക്കുന്നേ? ഇടിയപ്പം മുട്ടക്കറിയാണോ? ചേച്ചി ഉണ്ടാക്കിയതല്ലേ, നല്ല സൂപ്പറായിരിക്കും. വാ മോളെ, എന്നാ നമുക്ക് കഴിക്കാം. അമ്മ ഇന്നും പള്ളിയിൽ പോയില്ലേ? ഓ എനിക്കൊന്നും വയ്യ കുഞ്ഞെ, എന്റെ കാലിലെല്ലാം വേദന. 10-70 വയസ്സായില്ലേ. അമ്മയോട് പറയാനൊന്നും എനിക്ക് വയ്യ. ചേച്ചി വന്നപ്പം മുതൽ അമ്മയ്ക്ക് റെസ്റ്റ് അല്ലേ? ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ദിവസവും 1/2 മണിക്കൂർ വെച്ച് നടക്കണമെന്ന്? ഓ എനിക്കൊന്നും വയ്യ. ഡോക്ടർമാർ അങ്ങനെ പലതും പറയും. എനിക്കൊന്നും വയ്യ അങ്ങനെ നടക്കാനൊന്നും. നീ നിന്റെ കാര്യം നോക്കുഞ്ഞെ. മോളെ, കുഞ്ഞുങ്ങളെ എന്താ നീ കൊണ്ടുവരാഞ്ഞേ? അവരെ കണ്ടിട്ട് എത്ര നാളായി? പള്ളിയിലെ ആരാധന കഴിഞ്ഞപ്പോൾ ഞാൻ ഇനി പോന്നമ്മേ. പിള്ളേര് സൺഡേ സ്കൂളിൽ ഇരിക്കുന്നു.
അമ്മേ ചേച്ചി ചോറൊക്കെ വെച്ചിട്ടാണോ പോയത്? ആ ആർക്കറിയാം, ഞാൻ അടുക്കള കയറിയിട്ട് നാളുകളായി. ദോഷമാ, അമ്മ ഇങ്ങനെയൊന്നും പറയരുത്. എന്ത് ദോഷം? ഞാൻ എന്തോ ചെയ്തു? അമ്മയുടെ മോന്റെ കാര്യമല്ലേ, ചെറിയ ജോലികളൊക്കെ ചെയ്ത് അമ്മ ചേച്ചിയെ സഹായിക്കണം. എന്നെ കാണുന്നത് പോലെ അമ്മ ചേച്ചിയെയും കാണണം. ഉണ്ടായിരുന്നു കഴിക്കു വച്ചേ. ഓ പള്ളിയിലൊക്കെ കഴിഞ്ഞോ? ഇന്ന് ഏകത്തിനായിരുന്നു. പള്ളിയെ കഴിഞ്ഞിട്ടാ ഞങ്ങൾ ഇതുവഴി വന്നത്. ഇന്ന് കൊച്ചച്ഛനായിരുന്നു. അല്ല, അന്നെ കൊച്ചു പള്ളി പോയെന്നല്ലേ രാവിലെ പറഞ്ഞത്? പള്ളിയിലെങ്ങും ആ കൊച്ചു വന്നിട്ടില്ല. 3 ആഴ്ചയായി സൺഡേ സ്കൂളിൽ കണ്ടിട്ടെന്ന് ജോണി സാറ് പറഞ്ഞു. അല്ല, പള്ളി പോയ കൊച്ചിന് എന്ത് പറ്റി ചേച്ചി? ഓ അവള് പള്ളിയിലെങ്ങും പോയതല്ല, ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കടി. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഞാൻ പള്ളിയിലെന്ന് പറഞ്ഞു പോയത് ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടിക്കായിരുന്നു. അവരെനിക്ക് ജ്യൂസിൽ എന്തോ ഡ്രഗ്സ് കലർത്തി തന്നു. ഞാൻ അറിയാതെ അതങ്ങ് കുടിച്ചു. ഞാൻ അപ്പം തന്നെ മയങ്ങി വീണു. അവരെന്നെ ഹോസ്പിറ്റലാക്കിയിട്ട് പോയി കളഞ്ഞു. ഞാൻ അമ്മയുടെ നമ്പർ നേഴ്സിന് കൊടുത്തു. നേഴ്സാ കുറച്ചു മുമ്പ് അമ്മയെ വിളിച്ച്. എടി മോളെ, കൂട്ടുകാരൊക്കെ നല്ലതാ. പക്ഷേ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ശ്രദ്ധയൊക്കെ വേണം. നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം. അതെങ്ങനെയാ? വളർത്തുന്നത് ഇവളല്ലയോ? മോളെ നോക്കാൻ വല്ല ഇവർക്ക് സമയമുണ്ടോ? നിർത്തുക നിന്റെ വർത്തമാനം. അവൾ ജോലിക്ക് പോകണം, സമ്പാദിക്കണം, വീട്ടിലെ പണി ചെയ്യണം. മരുമോൾ വന്നപ്പോൾ മുതൽ അവൾക്ക് റെസ്റ്റ്. നിനക്ക് ആ കുഞ്ഞിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കാൻ വയ്യായിരുന്നോ? പിന്നെ കൊച്ചുങ്ങൾ പോകുന്ന പുറകെ എനിക്ക് പോകാൻ പറ്റുമോ? നീയാണ് കുറ്റക്കാരി. പ്രായമായ